മെയിൻ മെനു പർച്ചേസിൽ സബ് മെനു പർച്ചേസ് ഷോർട്ട് കട്ട് കൺട്രോൾ പി. ഇത് പർച്ചേസ് ബിൽ എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിൻഡോ ആണ്. ഇവിടെ 3 പർച്ചേസ് ബില്ലുകളാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഒന്ന് നോർമൽ ബില്ലിങ്, ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ്, മറ്റൊന്ന് ടാക്സ് ഫ്രീ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്, മറ്റൊന്ന് ടാക്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ നോക്കാം. ഫ്രീയും ടാക്സും ഇല്ലാതെ നോർമൽ ബില്ലിങ്, ക്വാണ്ടിറ്റി റേറ്റ് 185, 2 ക്വാണ്ടിറ്റി, ടോട്ടൽ 370. ഡേറ്റ് ചൂസ് ചെയ്യുക, സപ്ലയറെ ചൂസ് ചെയ്യുക, ബിസിനസ് ഹെഡ് ബിസിനസ് സെൻറ്റർ എന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക. ഏതാണ് പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക. ക്വാണ്ടിറ്റി 2, പ്രൈസ് 185, ടോട്ടൽ എമൗണ്ട് 370. നോർമൽ ബില്ലിംഗ് സിസ്റ്റം 370. അടുത്തതായി ഫ്രീ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ബില്ല് കൺസിഡർ ചെയ്യുക. ജസ്റ്റ് ഈ ഐറ്റം ഡിലീറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, അത് ഡിലീറ്റ് ആയിക്കോളും. ക്വാണ്ടിറ്റി, ടോട്ടൽ ക്വാണ്ടിറ്റി 10 + 1 11. പ്രൈസ് 185 അല്ല, പകരം ടോട്ടൽ എമൗണ്ട് 1850 ആണ്. 1850. ഇത് ടോട്ടൽ എമൗണ്ട് ആയതുകൊണ്ട് ക്വാണ്ടിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡിവൈഡഡ് ബൈ സൈൻ കൊടുത്ത് എൻ്റർ ചെയ്യുക. ടോട്ടൽ നോക്കുക. ബിൽ ടോട്ടൽ 1850. ഇതാണ് രണ്ടാമത്തെ സിസ്റ്റം. മൂന്നാമത്തെ സിസ്റ്റം ടാക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബില്ലാണ്. ഇൻക്ലൂഡിംഗ് ടാക്സ് ടോട്ടൽ എമൗണ്ട് 962, ക്വാണ്ടിറ്റി 5. ഐറ്റം ചൂസ് ചെയ്തു. ക്വാണ്ടിറ്റി 5, വീണ്ടും 962 ഡിവൈഡഡ് ബൈ 962 ഡിവൈഡഡ് ബൈ സൈൻ കൊടുത്തു, എൻ്റർ ചെയ്തു. ടോട്ടൽ ബിൽ എമൗണ്ട് 962 ആയി. ഇങ്ങനെ 3 രീതിയിലാണ് നോർമൽ കേസിൽ ബില്ലിംഗ് വരുന്നത്.